ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ ഞാൻ ഇനി ഓഫറൊന്നും ഇടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നോക്കിയപ്പോൾ കുറച്ചും കൂടെ പീസസ് ഞാനിപ്പോൾ റെഡിയാക്കിയേക്കാണ്. സിംഗിൾ പീസസ് ഒക്കെ ഉള്ളത് നമ്മൾ സിംഗിൾ പീസസ് ആയിട്ട് കുറച്ച് റെഡിയാക്കും ഇവിടെ ഒരു പ്രൊഡക്ഷൻ പോലെ. അപ്പോൾ അതിനകത്ത് ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ ഉണ്ട്. അതിനാണ് ഒരു ക്വിക്ക് സെയിലായിട്ട് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ടിങ് 999 ആണ് എന്ന് വെച്ചിട്ട്, അപ്പോൾ എല്ലാം 999 അല്ല, സ്റ്റാർട്ടിങ് 999 ആണ്. പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് കാണിക്കുന്ന അടിപൊളി പ്രോഡക്ട്സ് ആണ് കേട്ടോ. നേരത്തെ കാണിക്കാത്തതും എല്ലാം ഉണ്ട്. ഇപ്പൊ 999 തുടങ്ങിയിട്ട് ഒരു 1550 റേഞ്ച് വരെ ഓഫറിൽ ഇടുന്നത്. കാരണം ഹെവി ഹാൻഡ് വർക്ക് ഉള്ള പീസുകളും മെറ്റീരിയൽസ് നല്ല അടിപൊളിയായിട്ടുള്ളൊക്കെയാണ്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ആ ഒരു കുറച്ച് റേറ്റ് കുറച്ചിടുന്നതേ ഉള്ളൂ. ഓക്കെ, 1650 750 ആ റേഞ്ചിലേക്ക് കൊണ്ട് കാണാൻ. ചിലതൊക്കെ നോക്കുമ്പോൾ നല്ല ഹെവി ഹാൻഡ് വർക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ആയിട്ട് നല്ല അടിപൊളി ബ്ലൂ കളറാണ് കേട്ടോ. ഇതുപോലെ വരും. ഇതിനകത്തോട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ആന്റി കളറ് ബീഡ്സ് വെച്ചിട്ട് നല്ലൊരു ബ്ലൂ കളറാണ്, സൂപ്പർ കളറാണ് കേട്ടോ. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ 1650 റേഞ്ചിലേക്ക് വരും. ഇതുപോലെ കണ്ടോ, നല്ല ബ്ലൂ കളർ യോക്ക് വെച്ചിട്ട് ആന്റി കളർ ബീഡ്സ് വെച്ചിട്ട്. ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് ഒരു സിൽക്കാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, ഇതൊക്കെ നമുക്ക് അപ് ടു XL വരെയുള്ള സൈസസേ ഉണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഷോപ്പിൽ ഇങ്ങനെ ഇതുപോലെ റെഡിയാക്കി വെക്കുന്ന പീസുകളാണ്. നല്ല അടിപൊളിയാണ്. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, കട്ട് ബീഡ്സ് വെച്ചിട്ടുള്ള വർക്ക് ചെയ്തേക്കുന്നതാണ്. അതുപോലെ അടുത്തത് വന്നിട്ട് ഇത് ഡോള സിൽക്കാണ് ഫാബ്രിക് വന്നേക്കുന്നത്. ഇതിനകത്തോട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള വർക്ക്, നല്ല ഒരു ആന്റി കളർ ഇതുപോലെ തന്നെ കട്ട് ബീഡ്സ് ഒക്കെ വെച്ചിട്ടുള്ള വർക്ക് ഉണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ട് വേണ്ടോ. ഇത് ഷോപ്പിൽ ഇവിടെ ഡിസ്പ്ലേ ഇട്ടേക്കുന്നതാണ്. ഞാൻ എന്നാൽ കുറെ പീസുകൾ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്നതാണ്. കാരണം ഞാൻ പറയും ഒത്തിരി കളക്ഷൻസ് പുതിയ ചെയ്യാറുണ്ട്. ഇതുപോലെ ഉണ്ടാവും. സ്ലീവിന്റെ എൻഡിലോട്ട് സ്ലീവ് ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ഉണ്ടാവും കണ്ടോ. സ്ലീവ് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഉണ്ടാവും വർക്ക്. ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള വർക്ക് നമ്മൾ ചെയ്തേക്കുന്നതാണ്. ഡോള സിൽക്കാണ് ഫാബ്രിക് വരുന്നത്. ഇതും ഡ്രൈ വാഷ് ആയിരിക്കും ബെസ്റ്റ്. ഓക്കെ, പിന്നെ വന്നേക്കുന്ന ഇതൊക്കെ നമുക്ക് XL, എന്താ പറയാ, XXL. ഇത് നമുക്ക് XXL വരെ ഉണ്ടാവും കേട്ടോ. പിന്നെ വന്നേക്കുന്ന ഇതും സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ മിക്കതും സിൽക്കാണ്. ഇതുപോലെ ഇതിനകത്തോട്ട് ഫുള്ളി വർക്ക്, കട്ട് ബീഡ്സ് ഉണ്ട്, ത്രെഡ് കൊണ്ടുള്ള വർക്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുപോലെ ഓൾ ഓവർ ഈ ഒരു ഫാബ്രിക്കിലോട്ട് ചെറിയ സീക്വൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഇതിന്റെ എൻഡിലോട്ട് നമ്മൾ ഒരു ഓർഗൻസ ഫാബ്രിക് വെച്ചിട്ടുണ്ട് കണ്ടോ. അതും നല്ല ഹെവി ഫാബ്രിക് ആണ്. ഒരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സാൻഡൂൺ ലൈനിങ് ആണ് കൊടുത്തേക്കുന്നത്. അതാണ് ഏറ്റവും സ്പെഷ്യൽ. അത്യാവശ്യം കോസ്റ്റ്ലി ലൈനിങ് തന്നെയാണത്. ഓക്കെ, ഇത് പക്ഷെ നമുക്ക് സ്മോൾ ടു മീഡിയം വരെയുള്ള സൈസേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇത് ഓക്കെ. പിന്നെ വന്നേക്കുന്ന ഇതും സിൽക്കാണ്. ഇതൊക്കെ ഞാനിപ്പോൾ ഈ കാണിക്കുന്ന കാറ്റഗറി എല്ലാം നമുക്ക് ഡ്രൈ വാഷ് ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് ക്രേപ്പ് സിൽക്കിലോട്ടാണ്. ഇതുപോലെ ഇതിനകത്തോട്ട് യോക്കിൽ നല്ല ഫുള്ളി ഹാൻഡ് വർക്ക്. നിങ്ങൾക്ക് ഗ്രീൻ മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അതിനകത്തോട്ട് യെല്ലോ കളർ ബീഡ്സും കൂടെ ഫുള്ളി ഷുഗർ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ്. ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക് വന്നിരിക്കുന്നത്. വി നെക്ക് ആണ് കേട്ടോ. ഇതും നമുക്ക് അപ് ടു XL വരെ ഉണ്ടാവും. ഓക്കെ, അപ്പം ഇതെല്ലാം സ്ലിറ്റുള്ള പാറ്റേൺ. ഇതും നല്ല അടിപൊളി കളറാണ്. ഇതേപോലെ വന്നിട്ട് ഇത് ഈ നല്ലൊരു ടർക്കിഷ് ബ്ലൂ എന്തൊക്കെയോ ഇത് പറയണേ. ഇതിനകത്തോട്ട് ഒരു സിൽവർ കളർ ബീഡ്സ് ആണ് കേട്ടോ വെച്ചേക്കുന്നത്. അത് ഇതുപോലെ വീനൊക്കെ വെച്ചിട്ട് ഈ കാണുന്ന എല്ലാം ഹാൻഡ് വർക്ക് ആണ് കേട്ടോ. ഓൾ ഓവർ ഹാൻഡ് വർക്ക് ആണ് വിത്ത് ക്രേപ്പ് ലൈനിങ് ആണ്. ഇതും നമുക്ക് അപ് ടു XL വരെയുള്ള സൈസ് ഉണ്ടാവും. അപ് ടു XL വരെ കേട്ടോ. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് ഇതും ഹക്കോബയുടെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ മുമ്പ് കണ്ടിടാം. നല്ല കോസ്റ്റ് വരുന്നൊരു ഫാബ്രിക് ആണ്. ഇത് ഒത്തിരി നമ്മൾ ചെയ്തു. ഇതിന്റെ സിംഗിൾ പീസ്, അതായത് നമുക്ക് ഇതിന്റെ മാത്രം പ്ലസ് സൈസ് ഉണ്ടാവും. ഇത് 3XL to 4XL ആ ഒരു മെഷർമെന്റിലേക്കൊക്കെ ഉണ്ടാവും. ഇതിന്റെ ഫാബ്രിക് ഉണ്ടോ, നല്ല ഭംഗിയാണ്. ഷർട്ട് കോളർ പാറ്റേണിലോട്ട് ഇത്രയും ഹെവി വർക്ക് വിത്ത് കോട്ടൺ ലൈനിങ്, നല്ല ലൈനിങ് കൊടുത്തേക്കുന്നത് കണ്ടോ. സെന്ററിൽ ഒരു സ്ലിറ്റ് ഉണ്ട്. ഷർട്ട് കോളർ പാറ്റേൺ ആണ് ഇതൊരു പാറ്റേൺ. ഞാൻ വേഗം കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ ഭയങ്കര ലോങ് ആയി പോകും. പിന്നെ ഇത് കഴിഞ്ഞ ലേറ്റസ്റ്റ് കാര്യങ്ങളാണ്. ഇതിന്റെ ബാക്കി എല്ലാ സൈസസും പോയി. ഇതിപ്പോ ഫുള്ളി ത്രെഡ് വർക്ക് ആണ് കേട്ടോ. ഇത് ഇത്രയും ഹെവി ആണ് ഈ മെറ്റീരിയൽ. കാണുന്നുണ്ടോ എന്നറിയില്ല, ഞാൻ ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. എന്നിട്ട് സോഫ്റ്റ് ബോൾസ് വെച്ചിട്ട് ഇതേപോലെ. ഇനി സിംഗിൾ പീസ് ഇതിപ്പോ നമുക്ക് അപ് ടു XL വരെ ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ. ഇതിന്റെ സൈസ് ചാർട്ട് നമുക്ക് ഇത് ലാർജ് ആണെങ്കിൽ മീഡിയം ആക്കാം. ആ ഒരു സൈസ് ചാർട്ടിലേക്കാണ് കേട്ടോ ഞാൻ പ്രത്യേകം പറയുന്നത്. XL ലാർജ് ടു XL ആക്കാം. ആ ഒരു മെഷർമെന്റിലേക്കാണ് നമ്മൾ ചെയ്യുന്നതല്ലേ എല്ലാ പീസും. അപ്പൊ അങ്ങനത്തെ ഒരു സൈസിലേക്കായിരിക്കും ഇത് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇത് വന്നിട്ട് നല്ല ഓണിയൻ ഷെയ്ഡിലോട്ട് ഇതേപോലെ കണ്ടോ. ഇതൊക്കെയാണ് 999 സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ അടിപൊളി. അത്രയും ഇത് 999 എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേ അത്രയും എങ്ങനെയാണോ മറ്റു പീസ് ചെയ്യുന്ന ആ ഒരു ഫിനിഷിങ്ങിലേക്ക് തന്നെ ഇതും ചെയ്തെടുക്കുന്നത് അത്രയും ഉണ്ട്. ഇത് നമ്മൾ ഇത് ഒത്തിരി നമ്മൾ ഇട്ടായിരുന്നു. ഇതിന്റെയും ലാസ്റ്റ് പീസാണ്. ഓക്കെ, ഇത് ഇതേപോലെ തന്നെ ഇതുപോലെ ഉണ്ടാവും. ഒരു എമറാൾഡ് ഗ്രീൻ ആണ്. ഇതിനകത്തോട്ട് റെഡ് കളർ ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. ബാക്ക് സൈഡ് ലൂപ്പും ബട്ടണൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒരു ബെൽ സ്ലീവ്സ് ഒക്കെ വെച്ചിട്ട് ഇതുപോലെ ഉണ്ടാവും. ഇത് കിട്ടിയവർക്ക് അറിയാം അത്രയും ഫിനിഷിങ്ങിലാണ് ചെയ്തേക്കുന്നത് കണ്ടോ. ഇതുപോലെ ഇതുപോലെ ക്രേപ്പ് സിൽക്കാണ് ഫാബ്രിക്. നല്ല യെല്ലോ കളർ ആട്ടോ. നല്ലൊരു മാമ്പഴ മഞ്ഞ എന്നൊക്കെ പറയില്ലേ,
അതിനകത്തോട്ട് ഇതുപോലെ നല്ല അടിപൊളി ഒരു ഡിസൈൻ ഫാബ്രിക് ഓർഗൻസയിലുള്ള വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഉണ്ടാവും. നെക്ക് കുറച്ച് ട്രാൻസ്പെറന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സ്ലീവിന്റെ എൻഡിലോട്ടും ഇതേപോലെ ആ ബോർഡർ വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇത് റയോൺ ഫാബ്രിക് ആണ് കേട്ടോ. ഇതുപോലെ റയോണിലോട്ട് ഇതേപോലെ ഫുള്ളി സീക്വൻസും വർക്കും വന്നിട്ട് ഇതുപോലെ ഉണ്ടാവും. നല്ല ബോട്ട് നെക്ക് വെച്ചിട്ട് ഒരു വി കട്ടിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വന്നിട്ട് റെഡ്, ഇതും നമുക്ക് എക്സൽ, ലാർജ് ടു എക്സൽ ഉണ്ടാവും ആ മെഷർമെന്റ്. ഇതുപോലെ ഇതിൽ നല്ല അടിപൊളി ഒരു യോക്ക് ബോർഡർ കൊടുത്തിട്ട് പൈപ്പിംഗ് എല്ലാം കൊടുത്ത് നല്ല, ഇത് ഓവർ റെഡ് അല്ല, ഞാൻ പറഞ്ഞ നല്ല ഇതുപോലത്തെ ഒക്കെ റെഡ് നമുക്ക് റിപ്പീറ്റ് പിന്നെ കിട്ടാനില്ല. അത്രയും നല്ല ബ്യൂട്ടിഫുൾ നല്ല ക്വാളിറ്റി ഉള്ള ജോർജറ്റും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് സ്ലീവിന്റെ എൻഡിലോട്ട് പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇതേപോലെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് ലേറ്റസ്റ്റ് വീഡിയോ ആണ്, നിങ്ങൾക്ക് കണ്ടാലറിയാം. കഴിഞ്ഞ നല്ല ഗ്രേപ്പ് കളറിലോട്ട് ഇതേപോലെ ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ഉള്ള ഒരു പീസാണ്. ഫുള്ളി ഹാൻഡ് വർക്ക് ഉണ്ടോ, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിന്റെ കൂട്ടം കാണിച്ചെന്നേ ഉള്ളൂ. ഇതൊക്കെ 1850 റേഞ്ച് ആയിരുന്നു. ഇപ്പൊ ഞാനത് 1650 റേഞ്ച്, ഞാൻ പറഞ്ഞു ലാസ്റ്റ് ആ ഒരു റേറ്റിലേക്കാണ് ഇട്ടേക്കുന്നത്. ഇത് ഞാൻ ജസ്റ്റ് ഇതിന്റെ കൂടെ കാണിച്ചെന്നേ ഉള്ളൂ കേട്ടോ. അപ്പം ഇത്രയാണ്. പിന്നെ കുറച്ചും കൂടെ പീസ് ഉണ്ട്. അത് ഞാൻ മുമ്പ് വീഡിയോ കാണിച്ചുകൊണ്ടാണ് സെപ്പറേറ്റ് വെച്ചേക്കുന്നത്. ഇതുണ്ട്, ഇതും ഇതേപോലെ തന്നെ ലേറ്റസ്റ്റ് വീഡിയോയിലാണ്. ഇതേപോലെ നല്ല ഗ്രേപ്പ് കളറിലോട്ട്. ഇത് സിമ്പിൾ ഒരു വർക്കല്ല, ഇത് ഞാൻ വിത്ത് ദുപ്പട്ടെ പെയർ ചെയ്തത്, കുറച്ച് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ത്രെഡ് വർക്കാണ് ഇത് ചെയ്തേക്കുന്നത് കണ്ടോ. നല്ലൊരു സിമ്പിൾ കുർത്തി, നല്ല ഗ്രേപ്പ് കളറിലോട്ട്. അത് തന്നെ ഇതിന്റെ ഒരു വേറെ കളർ റാണി പിങ്കിലോട്ട് അടിപൊളിയായിട്ട് ഇത് റാണി പിങ്കിലോട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇത് ഈ എമറാൾഡ് ഗ്രീനിലേക്ക്, അങ്ങനെ 3 കളേഴ്സിൽ ഇത് നമ്മളിവിടെ ചെയ്യിപ്പിച്ചേക്കുന്നതാണ്. അറ്റ്ലീസ്റ്റ് ഈ വർക്കിൽ നമുക്ക് ഒത്തിരി ടൈം എടുത്തേക്കുന്നതാണ്. എന്നാലും ഞാനിത് കുറച്ച് ക്വാണ്ടിറ്റി ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെല്ലാം കൂടെ ഒരു വീഡിയോ കാണിച്ചാൽ ഭയങ്കര ലോങ് ആയിപ്പോൾ, എന്നാലും കാണിക്കാം. ഇത് ലാസ്റ്റ് ഇതും ഇവിടെ ഇരുന്ന് സിംഗിൾ പീസ് ആയിട്ട് ചെയ്തേക്കുന്ന കേട്ടോ. ഇത് ഇതേപോലെ ഇതിൽ കഴിഞ്ഞ ദിവസം ഗ്രീനൊക്കെ ചെയ്തായിരുന്നു. നല്ലൊരു പാറ്റേണിലോട്ട് ഇതുപോലെ സോഫ്റ്റ് ക്ലോത്ത് ബട്ടൺ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് ഇതേപോലെ നല്ലൊരു സ്പെഷ്യൽ സ്ലീവാണ് ചെയ്തേക്കുന്നത് കണ്ടോ. നിങ്ങൾക്ക് കണ്ടാലറിയാം, ഷേപ്പ് കണ്ടോ. വേറെ ബാക്ക് സൈഡ് ഇതേപോലെ പ്ലെയിൻ ജോർജറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ജസ്റ്റ് സിംഗിൾ പീസ് ആയതുകൊണ്ട് കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഇതൊക്കെ ഓഫറിൽ ഇടാൻ ജസ്റ്റ് കാണിച്ചേ ഉള്ളൂ. പിന്നെ 999 സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതൊക്കെയാണ്. ഇത് 999 ആണ്. ഓക്കെ, ഇത് അങ്കരക്ക പാറ്റേണിലോട്ട് ഒരു മസ്ലിൻ ഫാബ്രിക് ആണ് കേട്ടോ. പിന്നെ അതിന്റെ തന്നെ യോക്ക് ഇതേപോലെ വെച്ചിട്ടുള്ള ഒരെണ്ണം, ഇതേപോലെ ഈ യോക്ക്. ഇതൊക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വാഷ് ചെയ്യുന്നതിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല ഇതൊന്നും. പിന്നെ 999 സ്റ്റാർട്ട് ചെയ്യുന്ന ഇതാണ്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റ് വീഡിയോയിൽ പറയും, നെക്സ്റ്റ് സൈസ് എടുത്താൽ മതി. ലാർജ് ആണെങ്കിൽ എക്സൽ എടുക്കുക, കാരണം ടൈറ്റ് ഫിറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന പ്രോബ്ലം ഉണ്ട്. നല്ല ഫാബ്രിക് ആണ്, പക്ഷെ കണ്ടോ അത്രയും ക്വാളിറ്റി, ഇത് കണ്ടു കഴിഞ്ഞാൽ നല്ലൊരു സിൽക്ക് ഫാബ്രിക് ആണ്, പക്ഷെ ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അതുപോലെ തന്നെയാണ് ഇതിന്റെ ആ പ്രോബ്ലം ഉണ്ട്. ഇത് പക്ഷെ സംഭവം നമുക്ക് ഇടുമ്പോഴൊക്കെ എന്ത് ഭംഗിയാന്ന് അറിയാം. നമുക്ക് ചെറിയ ലൂസ് ഫിറ്റിൽ ഇട്ടാൽ മതി, അല്ലെങ്കിൽ ആ പിന്നെ പോകുന്ന പ്രോബ്ലം ഉണ്ടാവും. ഇതുപോലെ ഉണ്ടാവും. നല്ല സൂപ്പർ കളറായത് കണ്ടോ. ഓൾ ഓവർ ത്രെഡും സീക്വൻസും ഒക്കെ ഉണ്ട്. നേരത്തെ കാണിച്ച ഓണിയന്റെ തന്നെ അത് വി നെക്കായിരുന്നു, ഇത് വി കോളറാണ്. ഇതൊക്കെ 999 ആണ് കേട്ടോ. ഇതുപോലെ സെൻട്രൽ സ്ലിറ്റ് ഉണ്ട്. ഇതിനകത്തൊക്കെ ഓൾട്രേഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് എക്സ്ട്രാ ചാർജ് വരും, കാരണം അതൊരു വർക്കാണല്ലോ ചെയ്യുമ്പോൾ. പിന്നെ നേരത്തെ ആ ഗോൾഡൻ ടിഷ്യൂവിന്റെ തന്നെ ഇതും ഇതുപോലെ ഉണ്ട്. ഇതുപോലെ ആ നേരത്തെ കാണിച്ചതിന്റെ ഇത് ഫുള്ളി വർക്കാണ്. നല്ല അടിപൊളി ഗോൾഡ്, നമുക്ക് വിഷുവിനൊക്കെ വെയർ ചെയ്യാൻ സൂപ്പറാണ്. ഇതുപോലെ ഉണ്ട്, വിത്ത് ലൈനിങ് ആണ് ഇതെല്ലാം. അപ്പൊ ഇത്രയാണ്. നിങ്ങളെ താഴെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. വേണമെങ്കിൽ 999 ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫ്രീ ഷിപ്പിംഗ് ആണ്. ഓരോന്നിന്റെ റേറ്റ് അതിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ പറഞ്ഞ ആ ഒരു റേഞ്ച് 1650, 750 ആ റേഞ്ചിലേക്ക് നിൽക്കും സിൽക്ക് മെറ്റീരിയലിന്റെ അനുസരിച്ച്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നെ ബുക്ക് ചെയ്തിട്ട് നമ്മൾ ഓഫർ പീസ് ആണെങ്കിലും ഒരു 7 വർക്കിംഗ് ഡേയ്സിലായിരിക്കും ഡെസ്പാച്ച് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.